പണിമുടക്ക് ദിവസം പപ്സ് കഴിക്കാനുള്ള മോഹവുമായി വീട്ടിലേക്ക് ചെന്ന ഞാൻ ഉറങ്ങിക്കിടന്ന എൻ്റെ സ്വന്തം ചേച്ചിയെ വിളിച്ചുണർത്തി യാത്ര തിരിച്ചു. പേടിക്കേണ്ട, ലക്ഷ്യബോധമുള്ള യാത്ര തന്നെയാണ്. അപ്പോൾ ചിന്തിക്കും, ഈ കടകളൊക്കെ അടഞ്ഞു കിടന്നാൽ എങ്ങനെയാണ് പപ്സ് കഴിക്കുകയെന്ന്, എനിക്കെന്താ വട്ടാണോ എന്നൊക്കെ. പക്ഷേ അല്ല, നമ്മുടെ സ്വന്തം നടയറയിൽ ഹർത്താലായാലും പണിമുടക്കായാലും എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഒട്ടുമിക്ക കടകളും തുറന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ അഹങ്കാരം കൂടിയാണെന്ന് കൂട്ടിക്കോ. ഞങ്ങളുടെ ഈ പ്രയാണം നടയറയിലെ തൊഴിൽ ബേക്കേഴ്സിലേക്കാണ്. അവിടെ ചെന്നപ്പോഴത്തേനും ചേച്ചിക്ക് പപ്സ് മാത്രം പോരാ, ചേച്ചിക്ക് ക്രീം ബണ്ണും കൂടി വേണം. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ഇത് രണ്ടും കൂടെ ചേച്ചിയോട് പാക്ക് ചെയ്യാൻ പറഞ്ഞു. വീട്ടിലേക്കുള്ള ആളുകളുടെ എണ്ണമൊക്കെ അനുസരിച്ച് ഞങ്ങളങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അവിടെ ഒന്ന് ഒബ്സർവ് ചെയ്തു. ലഡുവും ജിലേബിയൊക്കെ എന്നെ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഞാൻ കൈയൊന്നും കൊടുത്തില്ല, ഞാൻ അങ്ങ് പോന്നു. പിന്നെ എല്ലാ പലഹാരങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്ത് ഞങ്ങൾ നേരെ ബില്ലിംഗ് സെഷനിലേക്ക് വന്നപ്പോഴത്തേനും നമുക്ക് ദേ ഇരിക്കുന്നു അവിടെ നമ്മുടെ സ്വന്തം ബൈജു ചേട്ടൻ. പിന്നെ ബൈജു ചേട്ടനൊപ്പം ഒരു സെൽഫി, അത് നിർബന്ധമാണ്. അങ്ങനെ അതും കഴിഞ്ഞു. ചേച്ചിയുമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇനി ഇത് അമ്മയുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കുക, അമ്മയുടെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കുക, പോകുക. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ മൂവല്ലേ മക്കളെ. അപ്പോൾ ബൈ ബൈ, സീ യു.